നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിലെ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള MVIP കനാൽ റോഡിന്റെയും ഡിപ്പോ പാലത്തിന്റെയും ഒരു ഭാഗം ഇടിഞ്ഞുപോയിട്ട് നാളുകളായി. ഇതിലെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാർക്കും വാഹന ഗതാഗതത്തിനും ഇത് ഭീഷണിയായി തുടരുകയാണ്. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശുചീകരണം തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്ത് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ വൃക്ഷത്തൈകൾ നട്ട് സംരക്ഷണവും വിതരണവും നടത്തി. മലയോര ഹൈവേയുടെ വികസനത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടിനെതിരെ കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വാഴത്തോപ്പിൽ നൂറുകണക്കിന് KSEB ക്വാർട്ടേഴ്സുകൾ കാടുകയറി നശിക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. അധികൃതരുടെ അനാസ്ഥ മൂലം കെട്ടിടങ്ങൾ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമായിട്ടുണ്ട്. വാർത്തകൾ വിശദമായി. ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിലെ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള MVIP കനാൽ റോഡിന്റെയും ഡിപ്പോ പാലത്തിന്റെയും ഒരു ഭാഗം ഇടിഞ്ഞുപോയിട്ട് നാളുകളായി. ഇതിലെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാർക്കും വാഹന ഗതാഗതത്തിനും ഇത് ഭീഷണിയായി തുടരുകയാണ്. കനാൽ റോഡിന്റെയും ഡിപ്പോ പാലത്തിന്റെയും തകരാർ സംബന്ധിച്ച് വാർഡ് മെമ്പർ അസീസ് ഇലിക്കൽ സമർപ്പിച്ച പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് അസീസ് പറഞ്ഞു. ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിലെ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള MVIP കനാൽ റോഡിന്റെയും ഡിപ്പോ പാലത്തിന്റെയും ഒരു ഭാഗം ഇടിഞ്ഞുപോയിട്ട് നാളുകളായി. ഇതിലെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാർക്കും വാഹന ഗതാഗതത്തിനും ഇതൊരു ഭീഷണിയായി തുടരുകയാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ അസീസ് ഇലിക്കൽ പരാതി സമർപ്പിച്ചെങ്കിലും നടപടിയായില്ല. പ്രദേശത്തെ നിരവധി കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗമായ ഇതിലെ 6ഓളം സ്കൂൾ ബസ്സുകളും നിരവധി വാഹനങ്ങളും പ്രതിദിനം കടന്നുപോകുന്നു. വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ പ്രദേശവാസികൾ ഏറെ ആശങ്കയിലാണ്. ഇനിയും ഈ വിഷയത്തിൽ അധികാരികളുടെ നിസ്സംഗത തുടർന്നാൽ പൊതുജനങ്ങളെ അണിനിരത്തി വലിയ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും അസീസ് പറഞ്ഞു. ഇടവട്ടി ഗ്രാമപഞ്ചായത്തില് MVIP കനാലിന്റെ ഉടമസ്ഥതയിലുള്ള തൊടുപുഴ മലങ്കര എന്നും ആരംഭിച്ച ഇടവട്ടി പഞ്ചായത്തിന് മുമ്പിലൂടെ കടന്നു പോകുന്ന MVIP കനാലിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഭാഗത്ത് നൂറുകണക്കിന് വാഹനങ്ങളും അതുപോലെ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ 12ഓളം സ്കൂളുകളിലെ വലിയ സ്കൂൾ ബസ് ഉൾപ്പെടെ കടന്നു പോകുന്ന പ്രദേശമാണ് ഈ പഞ്ചായത്തിന് മുമ്പിലുള്ള ഈ റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയും അതുപോലെ പാലവും ഇടിഞ്ഞ് യാത്രക്കാർക്ക് വളരെ അവർക്ക് ജീവന് അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ MVIP അധികൃതരോടെല്ലാം പല പ്രാവശ്യം ഇത് അവർ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കാണിച്ചു കൊടുക്കുകയും അത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് വളരെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഫണ്ടില്ല എന്നുള്ള ഒരു കാരണത്താൽ ഇതുവരെ ആ പണി അവരുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് ഫണ്ടില്ലാത്തതിൻ്റെ നടപടികളിലേക്ക് എത്തിയിട്ടില്ല. നാട്ടുകാരും ഇതുമെല്ലാവരും വളരെ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൂർണ്ണതയിലാക്കി യാത്രക്കാരെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് അൻസൽ അബ്ദുൾ സലാമിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. ശുചീകരണ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ടാണ് കേരള NGO യൂണിയൻ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചത്. ഏരിയ പ്രസിഡന്റ് അൻസൽ അബ്ദുൾ സലാമിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ യൂണിയൻ നേതാക്കളായ KK പ്രസവകുമാർ, KS ഷിബുമോൻ, വിനു S എന്നിവർ ആശംസകൾ നേർന്നു. മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിൽ കുറേയേറെ മുമ്പോട്ട് പോകുവാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉറവിട മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി സംസ്ഥാനത്തെമ്പാടും ഏറ്റെടുക്കുന്നു. കേരളത്തിൻ്റെ ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടത്തിയ നിരന്തരമായ ഇടപെടലുകളുടെ ഫലമായി മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ച് വലിയ അവബോധം സൃഷ്ടിക്കുന്നതിന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തിലെ NGO യൂണിയൻ അടക്കമുള്ള നിരവധിയായ സന്നദ്ധ സംഘടനകളും സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന പ്രസ്ഥാനങ്ങളുമെല്ലാം
പൊതു ഇടങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ റിസൾട്ടും നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. തുടർന്ന് NGO യൂണിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സിവിൽ സ്റ്റേഷനും പരിസരങ്ങളും ശുചീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ സ്ഥാനം സൂചിപ്പിക്കുന്ന ബോർഡുകൾ പൂർണ്ണമായി മാഞ്ഞുപോയിട്ട് നാളുകളായെങ്കിലും പുനഃസ്ഥാപിക്കാൻ നടപടിയായിട്ടില്ല. മുതിർന്ന യാത്രക്കാർക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്നും തൊടുപുഴയിൽ എത്തിച്ചേരുന്ന യാത്രക്കാർക്കും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. കോതമംഗലത്ത് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ വൃക്ഷത്തൈകൾ നട്ട് സംരക്ഷണവും വിതരണവും നടത്തി. നെല്ലിക്കുഴിയിലെ ഫർണിച്ചർ വ്യാപാരികൾക്ക് വൃക്ഷത്തൈ നൽകിക്കൊണ്ട് ഫുമ്മ കോതമംഗലം ഏരിയ പ്രസിഡന്റ് MM അലിയർ ഉദ്ഘാടനം ചെയ്തു. കാക്കനാട് തങ്കളം ബൈപ്പാസിൽ തൈകൾ നട്ടുകൊണ്ടും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ടുമായിരുന്നു ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് വൃക്ഷത്തൈ വിതരണവും നടിയിലും സംഘടിപ്പിച്ചത്. നെല്ലിക്കുഴിയിലെ ഫർണിച്ചർ വ്യാപാരികൾക്ക് വൃക്ഷത്തൈ നൽകിക്കൊണ്ട് ഫുമ്മ കോതമംഗലം ഏരിയ പ്രസിഡന്റ് MM അലിയർ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ഏരിയ കമ്മിറ്റി ഇതുപോലെ നാം ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മരം ഉപയോഗിക്കുന്ന കച്ചവടക്കാരിൽപ്പെട്ടവരാണ് ഫുമ്മ ഫർണിച്ചർ അസോസിയേഷൻ. നമ്മൾ മുറിച്ചു മാറ്റുന്ന മരങ്ങൾ വീണ്ടും നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഫുമ്മ ഈ പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. ഈ ഫുമ്മയുടെ ഇന്നത്തെ ഈ വൃക്ഷത്തൈ വിതരണം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയായിട്ടാണ് ഫുമ്മ ഇതിനെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ഇന്ന് വിതരണം ചെയ്യുന്ന ആളുകൾ ഏറ്റവും നല്ല രീതിയിൽ നട്ടുവളർത്തി സംരക്ഷിക്കുന്ന വ്യാപാരിക്ക് ഒരു അനുമോദനം നൽകിക്കൊണ്ടായിരിക്കും അടുത്ത ജൂൺ 5 ഈ പദ്ധതി നമ്മൾ നടത്തുന്നത്. ഇതിലേക്ക് വന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഇതിൻ്റെ വിതരണ ഉദ്ഘാടനം നിങ്ങളെല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. കാക്കനാട് തങ്കളം ബൈപ്പാസിൽ തൈകൾ നട്ടുകൊണ്ടും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ടുമായിരുന്നു ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഏരിയ സെക്രട്ടറി റഫീഖ് SR, ട്രഷറർ ബിനു ഇറമ്പത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം അഷ്റഫ് ഗോൾഡൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നസീർ ഈറയ്ക്കൽ, നജീബ് വണ്ടമറ്റം, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നവാസ് റോയൽ, ഷഫീഖ് വുഡ്ലാൻഡ്, അലി മൊയ്തു ആലക്കട, ഷാഹുൽ വെൽവെറ്റ്, ഹാരിസ് ഫൈൻ സോഫ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മലയോര ഹൈവേയുടെ വികസനത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടിനെതിരെ കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 40 വർഷമായി കാഞ്ചിയാർ പള്ളിക്കവലയിൽ വ്യാപാരം നടത്തുന്ന 10ഓളം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് മലയോര ഹൈവേയുടെ പേരിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നത്. ഇത് ചില വ്യക്തികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും താൽപര്യത്തിന് വേണ്ടി പഞ്ചായത്ത് നടത്തുന്ന ജനദ്രോഹ നടപടിയാണ്. വ്യാപാരികളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുന്ന നടപടിക്കെതിരെയാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തിയത്. കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളിൽ നിന്നുമുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടന്നു വരുന്ന സമയത്ത് ഇത്തരത്തിലെ പഞ്ചായത്തിന്റെ നീക്കം അടിയന്തരമായി പിൻവലിക്കണമെന്ന നേതാക്കൾ സമരത്തിൽ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 40-45 വർഷത്തിലധികമായി അവിടെ ചെറിയ കച്ചവടം ചെയ്ത് കുറുക്കൻ കച്ചവടവും പച്ചക്കറി കച്ചവടവും ചായ കച്ചവടവും ചെയ്തുകൊണ്ട് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി ഉപജീവന മാർഗത്തിന് വേണ്ടി വ്യാപാരം നടത്തുന്ന വ്യാപാരി സുഹൃത്തുക്കൾ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയുവാൻ എടുക്കുന്ന തീരുമാനം, അവരെ ഒഴിവായി പോകണം എന്ന് പറയുന്ന തീരുമാനത്തിനോടാണ് ഞങ്ങൾ വിയോജിക്കുന്നത്. അതിന്റെ കാരണം ഈ മലയോര ഹൈവേക്ക് വേണ്ടി ഇവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എത്രമാത്രം സ്ഥലം ആവശ്യമാണ് എന്നുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മാർക്ക് ചെയ്തു കൊടുത്തു. ആ മാർക്ക് ചെയ്ത സ്ഥലം അവരുടെ സ്വന്തം ചെലവിൽ തന്നെ പൊളിച്ച് ഹൈവേക്കും ഐറിഷ് ഓടയ്ക്കും ആവശ്യമായ ഈ മലയോര ഹൈവേയുടെ ആവശ്യത്തിനായ സ്ഥലം വിട്ടുകൊടുത്തവരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി മജീഷ് ജേക്കബ്, ജില്ലാ ട്രഷറർ നൌഷാദ് ആലുമൂട്ടിൽ, ജോയിന്റ് സെക്രട്ടറി അനൂപ് മറയൂർ, ബാബൂസ് കറിയ അഞ്ചാനി, അഭിലാഷ് മാത്യു, ധനേഷ് കുമാർ, BA അൻസാരി, ഷിജു തനിമ, O ഷിജു, കുഞ്ഞുമോൻ, കൃഷ്ണൻകുട്ടി ശ്രീനിലയം,
TS അനീഷ്, ധനോന്തരൻ വൈദ്യർ, ജോസ് ഞായർകുളം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. വാഴത്തോപ്പിൽ നൂറുകണക്കിന് KSEB ക്വാർട്ടേഴ്സുകൾ കാടുകയറി നശിക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. അധികൃതരുടെ അനാസ്ഥ മൂലം കെട്ടിടങ്ങളിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമായിട്ടുണ്ട്. വാഴത്തോപ്പിൽ നൂറുകണക്കിന് ക്വാർട്ടേഴ്സുകളാണ് വൈദ്യുത വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളത്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണ സമയത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കുന്നതിന് നിർമ്മിച്ച ക്വാർട്ടേഴ്സുകളെല്ലാം ഇപ്പോൾ കാടുകയറി നശിക്കുകയാണ്. വളരെ കുറച്ചിടങ്ങളിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ താമസമുള്ളത്. വഞ്ചിക്കവല ഭാഗത്ത് KSE ബോർഡ് പണിതീർത്ത ധാരാളം ക്വാർട്ടേഴ്സുകൾ ഇന്ന് ഉപയോഗശൂന്യമായി നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ടൂറിസ്റ്റുകളും മറ്റ് ജനങ്ങളുമൊക്കെ കടന്നു വരുന്ന ഈ മേഖലയിൽ താമസ സൗകര്യം വളരെ കുറവായിട്ടുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ വോട്ടെണ്ണുന്നതിന് മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും പാർട്ടി പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമൊക്കെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്താണ് തങ്ങിയത്. ഇത്രയധികം ആളുകൾ വന്നപ്പോൾ അവർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ വളരെ പരിമിതമായിരുന്നു. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ഉള്ള ഈ നൂറുകണക്കിന് ക്വാർട്ടേഴ്സുകൾ നവീകരിച്ചുകൊണ്ട് ടൂറിസ്റ്റുകൾക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിനും KSE ബോർഡിനും അതൊരു വരുമാനമാകുകയും ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് അത് വളരെ മുതൽക്കൂട്ടാകുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നവീകരിച്ചുകൊണ്ട് അടിയന്തരമായി താമസയോഗ്യമാക്കിക്കൊണ്ട് ആളുകൾക്ക് നൽകുന്നതിനും മറ്റ് വാടകയ്ക്കിരിക്കുന്ന ഓഫീസുകളൊക്കെ ഈ പ്രദേശത്തേക്ക് ഈ ക്വാർട്ടേഴ്സുകളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടി ഗവൺമെൻറ് സർക്കാർ ഓഫീസുകൾക്കും സർക്കാർ ജീവനക്കാർക്കും താമസിക്കുവാനും വേണ്ടത്ര കെട്ടിടങ്ങളില്ലാതെ പ്രതിസന്ധി നേരിടുമ്പോഴും ഉപേക്ഷിക്കപ്പെട്ട ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം. പ്രദേശം കാടുമൂടിയതോടെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമായിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അടിമാലിയിൽ വോട്ടർമാരെ കണ്ട് നന്ദി രേഖപ്പെടുത്താനെത്തി. ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണമൊരുക്കി. എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിക്കുന്നതായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന് പിന്നാലെ അടിമാലിയിലെ വിവിധ മേഖലകളിൽ വോട്ടർമാരെ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനായിട്ടായിരുന്നു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എത്തിയത്. തുറന്ന വാഹനത്തിൽ പ്രവർത്തകർക്കൊപ്പം സഞ്ചരിച്ച് ഡീൻ കുര്യാക്കോസ് വോട്ടർമാരോടുള്ള നന്ദി അറിയിച്ചു. അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണം ഒരുക്കി. എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിക്കുന്നതായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ആധികാരികവും സമ്പൂർണവുമായ ഒരു വിജയമാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലും ആധികാരികമായ ലീഡുണ്ടാകും എന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. ഈ നാടിൻ്റെ ജനത ഒരിക്കൽ കൂടി ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒന്നാകെ ഐക്യമുന്നണിക്കൊപ്പം അണിനിരന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകർ അഹോരാത്രം പരിശ്രമിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഈ ഉജ്ജ്വലമായ ഭൂരിപക്ഷം സൂചിപ്പിക്കുന്നത്. കുറഞ്ഞ പോളിംഗ് റേറ്റിലും എന്ന് വെച്ചാൽ 66% പോളിംഗാണ് ഇത്തവണ ഉണ്ടായത്. അതിന് പല പല കാരണങ്ങളുമുണ്ട്. പക്ഷേ അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ് ഈ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അടിമാലി പഞ്ചായത്തിൽ ഉൾപ്പെടെ ദേവികുളം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 12,000-ലധികം വരുന്ന ഉജ്ജ്വലമായ നേട്ടമാണ് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ആ നേട്ടങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയ ഐക്യമുന്നണിയുടെ ഓരോ സഹപ്രവർത്തകർക്കും അതുപോലെ ഈ ഘട്ടത്തിൽ ഐക്യമുന്നണിക്കൊപ്പം നിന്ന മുഴുവൻ ആളുകളെയും നേരിട്ട് കണ്ട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സന്ദർഭം ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഈ പരിപാടിയിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരം അഭിവാദ്യം ചെയ്യുന്നു. വിശാലമായിട്ടുള്ള സ്വീകരണ പരിപാടികൾ ഇതേ തുടർന്ന് എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കും. അതിന് മുന്നോടിയായി നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുന്ന പര്യടന പരിപാടിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ്. അടിമാലിക്ക് പുറമെ 10-ാം മൈൽ, ഇരുമ്പുപാലം, വെള്ളത്തൂവൽ തുടങ്ങി മെച്ചിടങ്ങളിലും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എത്തി. വരും ദിവസങ്ങളിൽ അടിമാലി മേഖലയിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് വലിയ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഈ അധ്യയന വർഷത്തെ അംഗൻവാടി പ്രവേശനോത്സവം ചിരിക്കുലുക്കം എന്ന പേരിലാണ് സംസ്ഥാനമൊട്ടാകെ വർണ്ണാഭമായി ആഘോഷിച്ചത്. മെയ് 30-ന് നടത്താൻ തീരുമാനിച്ചിരുന്ന അംഗൻവാടി പ്രവേശനോത്സവം അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുകയായിരുന്നു. മൂവാറ്റുപുഴ ബ്ലോക്കിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ 176 അംഗൻവാടികളിലും പ്രവേശനോത്സവം നടന്നു. ജനപ്രതിനിധികൾ, അംഗൻവാടി അധ്യാപകർ,
രക്ഷിതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ അംഗൻവാടികളിൽ വർണ്ണക്കടലാസ് കൊണ്ടും ബലൂണുകൾ കൊണ്ടും അലങ്കരിച്ചു. കുട്ടികൾക്ക് പൂക്കളും തൊപ്പിയും മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. കളിയും ചിരിയുമായി മൂവാറ്റുപുഴ ബ്ലോക്കിലെ അംഗൻവാടികളിൽ പ്രവേശനോത്സവം നടത്തി. ഈ അധ്യയന വർഷത്തെ അംഗൻവാടി പ്രവേശനോത്സവം ചിരിക്കിലുക്കം എന്ന പേരിലാണ് സംസ്ഥാനത്തൊട്ടാകെ വർണ്ണാഭമായി ആഘോഷിച്ചത്. മെയ് 30-ന് നടത്താൻ തീരുമാനിച്ചിരുന്ന അംഗൻവാടി പ്രവേശനോത്സവം അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുകയായിരുന്നു. മൂവാറ്റുപുഴ ബ്ലോക്കിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ 176 അംഗൻവാടികളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ, അംഗൻവാടി അധ്യാപികമാർ, രക്ഷിതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ അംഗൻവാടികളിൽ വർണ്ണക്കടലാസ് കൊണ്ടും ബലൂണുകൾ കൊണ്ടും അലങ്കരിച്ചു. കുട്ടികൾക്ക് പൂക്കളും തൊപ്പിയും മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ ജനപ്രതിനിധികളും പൗരപ്രമുഖരും സാംസ്കാരിക പ്രവർത്തകരും പ്രവേശനോത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ മുളവൂർ PO ജംഗ്ഷൻ 60-ാമത് നമ്പർ അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചുറ്റുവട്ടത്ത് തൊഴിലുറപ്പൊക്കെയായിട്ട് നടന്നവർ ഇപ്പോൾ പുതിയ അമ്മമാരുടെ അടുത്തേക്ക് വരികയാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം തന്നെ എന്ന് പറയാവുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ചുവട് വെച്ചാണ് ഇന്ന് ഈ ശിബിരം കടന്നു പോകുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിനെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ഈ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് അംഗം EM ഷാജി അധ്യക്ഷനായി. അംഗൻവാടി വർക്കർ PM മിനിമോൾ, ഹെൽപ്പർ സൽമ ബീവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പീരുമേട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം. പീരുമേട് കച്ചേരിക്കുന്ന് കുമാർ ഭവനിൽ കുമാറിന്റെ പുരയിടത്തിലെ കൃഷിദേഹണ്ഡങ്ങൾ കാട്ടാനക്കൂട്ടമെത്തി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി തോട്ടാപ്പുര ഭാഗത്തു നിന്നുമെത്തിയ 3 കാട്ടാനകളാണ് വ്യാപക കൃഷിനാശം വരുത്തിയത്. പീരുമേട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം. പീരുമേട് കച്ചേരിക്കുന്ന് കുമാർ ഭവനിൽ കുമാറിന്റെ പുരയിടത്തിലെ കൃഷിദേഹണ്ഡങ്ങൾ കാട്ടാനക്കൂട്ടമെത്തി നശിപ്പിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പീരുമേട് ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തി വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നത്. പീരുമേട് കച്ചേരിക്കുന്ന് കുമാർ ഭവനിൽ കുമാറിന്റെ പുരയിടത്തിൽ എത്തിയ 3 കാട്ടാനകൾ കപ്പ, വാഴ, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കൃഷിദേഹണ്ഡങ്ങളും ഇവരുടെ വാട്ടർ ടാങ്കും നശിപ്പിക്കുകയായിരുന്നു. ഈ കാണുന്നത് കണ്ടോ? ഇത് ഇന്നോ ഇന്നലെ ഇപ്പോൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല ഇതിനകത്ത് കയറി. താഴെ ഉണ്ടായിരുന്ന കമുകും വാഴയും ഞങ്ങളെ ടാങ്ക് വരെ ചവിട്ടി പൊട്ടിച്ച്. എന്നിട്ട് ഇത് ഇപ്പം ഞങ്ങളെ മുറ്റത്ത് വന്ന് രാത്രി ഒരു 2 മണിയായി കാണുമെന്ന് തോന്നുന്നു. സൗണ്ട് കേട്ട് വാതിൽ തുറന്ന് നോക്കുമ്പം മുറ്റത്ത് നിൽപ്പുണ്ട്. 1 അല്ല 2 അല്ല 3 പേരുണ്ട്. ഈ തെങ്ങ് മറിയുന്ന സൗണ്ട് കേട്ട, ഈ വാഴ ഇതൊന്നും പോയി ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഈ തെങ്ങ് മറിയുന്ന സൗണ്ട് കേട്ടാണ് ഞങ്ങൾ ഉണർന്നപ്പോൾ വാതിൽ തുറക്കാൻ പേടിയായിരുന്നു. പേടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാതിൽ തുറക്കാൻ നമുക്കൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് കേട്ട് ഇത് 3 താഴോട്ടും മേലോട്ടും ആയിട്ടൊക്കെ കയറിപ്പോയി. എങ്ങനെയാണ് ഞങ്ങൾ പേടിച്ച് കിടന്നുറങ്ങണം? വീടിലിട്ടൊരു തട്ട് തട്ടിയാൽ വീടെല്ലാം കൂടെ താഴെ വീടും. അതേ അവസ്ഥയൊക്കെ നിൽക്കുന്ന വീടാണ്. ഇനി ഞങ്ങൾ എങ്ങനെയാണ് രാത്രി പേടിച്ച് കിടന്നുറങ്ങേണ്ട? ഇത് ആദ്യം കയറിയപ്പോഴും ഞങ്ങൾ പരാതിപ്പെട്ട്, 2ാമത് കയറിയപ്പോഴും പരാതിപ്പെട്ട്, പിന്നെ വന്ന് മുറ്റത്തിരുന്ന ടാങ്ക് ചവിട്ടി പൊട്ടിച്ച്. അന്നേരവും പറഞ്ഞു, അന്നേരം ഇതാരും എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഇപ്പം ഇത് ഞങ്ങൾ എന്താ ഇനി പേടിച്ച് കിടക്കാൻ പറ്റുമോ? ഞങ്ങൾ എങ്ങനെയാണ് പേടിച്ച് കിടക്കുന്നത്? ഇന്നലെ രാത്രി പീരുമേട് തോട്ടാപ്പുര ഭാഗത്തു നിന്നുമെത്തിയ കാട്ടാനക്കൂട്ടമാണ് പുലർച്ചെ 2 മണിയോടുകൂടി കച്ചേരിക്കുന്ന് ഭാഗത്ത് എത്തിയത്. വലിയ ശബ്ദം കേട്ട് കതക് തുറന്നപ്പോഴേക്കും കാട്ടാനകൾ ഇവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോയതായും വീട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ നാളുകൾക്കിടയിൽ ഇത് 3-ാം തവണയാണ് കച്ചേരിക്കുന്ന് ഭാഗത്ത് കാട്ടാനക്കൂട്ടം എത്തുന്നതെന്നും കൃഷിനാശം സംഭവിച്ച വീട്ടുകാർ പറഞ്ഞു. പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗ തീരുമാനപ്രകാരം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വനാതിർത്തി മേഖലകളിൽ ഹാങ്ങിങ് ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന വനംവകുപ്പിന്റെ പ്രഖ്യാപനം പാഴ്വാക്കാവുന്നതായുമാണ് ആക്ഷേപം ഉയരുന്നത്. VBC ന്യൂസ്, പീരുമേട്. അടിമാലി മർച്ചന്റ്സ് അസോസിയേഷന്റെ ദ്വൈവാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പളിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. PM ബേബിയെ വീണ്ടും അടിമാലി മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലായിരുന്നു അടിമാലി മർച്ചന്റ്സ് അസോസിയേഷന്റെ 27ാമത് ദ്വൈവാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നത്.
PM ബേബിയെ വീണ്ടും അടിമാലി മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റായും സാൻഡി മാത്യുവിനെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും ജില്ലാ കമ്മിറ്റിക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. ആ കത്തിൽ 4 കൂട്ടം കാര്യങ്ങൾ അംഗങ്ങളെ എല്ലാം അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, എല്ലാ ഭക്ഷ്യവ്യാപാരികളും, ഭക്ഷ്യവ്യാപാരി എന്ന് പറഞ്ഞാൽ ആരാണ്? വായിലൂടെ വയറ്റിലേക്ക് പോകുന്ന സാധനം വിൽക്കുന്ന മുഴുവൻ വ്യാപാരികളും ഭക്ഷ്യവ്യാപാരികളാണ്. മലഞ്ചരക്ക് വ്യാപാരികൾ ഉൾപ്പെടെ റബ്ബർ കട ഒഴികെ. അപ്പൊ എന്താണ് ഒന്നാമത്തെ നിർദ്ദേശം? എല്ലാ വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന കടക്കാരും, ഹോട്ടൽ, ബേക്കറി, തട്ടുകട, നാരങ്ങ വെള്ളം, ജ്യൂസ് കട അടക്കമുള്ള വ്യാപാരികളും വെള്ളം പരിശോധിച്ച്, ലാബിൽ പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് കടയിൽ പ്രദർശിപ്പിക്കണമെന്നാണ് ഒന്നാമത്തെ നിർദ്ദേശം. നമുക്കിവിടെ പൈനാവിലാണ് ഒരു വെള്ളം പരിശോധനാ കേന്ദ്രം. ഇടുക്കി ഡാമിനോട് ചേർന്ന് ഉള്ള സ്ഥലത്ത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ലാബുണ്ട്. നിങ്ങൾ അവിടെ പോയി സ്റ്റെറിലൈസ് ചെയ്ത ഒരു ക്യാൻ വാങ്ങി ഇവിടെ വന്ന് ആരോഗ്യവകുപ്പിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ആളെ കൂട്ടി അതിനകത്ത് വെള്ളം പകർന്ന് അവിടെ കൊണ്ട് കൊടുത്താൽ അവർ പരിശോധിച്ച് റിപ്പോർട്ട് തരും. അതാണ് ഒന്നാമത്തെ കാര്യം. വെള്ളം പരിശോധിച്ച റിപ്പോർട്ട് നമ്മുടെ കടയിൽ വേണം. കോളിഫോം ബാക്ടീരിയയുടെ അളവ് കാരുണ്യം കുടുംബസഹായനിധി ധനസഹായ വിതരണവും അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി VS ബിജു തിരഞ്ഞെടുപ്പിൽ വാരണാധികാരിയായി. യോഗത്തിൽ ഇതുവരെയുള്ള പ്രവർത്തന റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചു. ഉദ്ഘാടന യോഗത്തിൽ PM ബേബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. KR വിനോദ്, ഡയസ് പുല്ലൻ, സാൻഡി മാത്യു, ഷിബു TC തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ വിവിധ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. മഴക്കാല ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം സജീവമാക്കാനുള്ള യോഗം ചേർന്നു. മഴ മുന്നറിയിപ്പുകളുടെ സാഹചര്യത്തിൽ ദുരന്തമുണ്ടായാൽ നേരിടുന്നതിന് വേണ്ടുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്തു. ഇക്കാര്യത്തിൽ തുടർ പ്രവർത്തനം നടത്താൻ യോഗം തീരുമാനിച്ചു. മഴക്കാലം ആരംഭിക്കുകയും മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം സജീവമാക്കാനുള്ള യോഗം ചേർന്നത്. രക്ഷാപ്രവർത്തന രംഗത്ത് വേണ്ടുന്ന ഉപകരണങ്ങളുടെയും മറ്റ് ഇതര സാമഗ്രികളുടെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും മണ്ണുമാന്തി യന്ത്രങ്ങൾ, ടിപ്പർ ലോറികൾ തുടങ്ങിയവയുടെ ലഭ്യത ഏറ്റവും വേഗത്തിൽ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. രക്ഷാപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ സേവന തൽപരരായ ആളുകളുടെ സംഘത്തെ സജ്ജമാക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു. എന്നുള്ള ഒരു ശാസ്ത്രീയ ബോധം കൂടി നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കാവുന്ന അപകടത്തിൻ്റെ വലിയ ഒരു തോത് നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു മീറ്റിങ്ങിൽ നിന്നും, നമ്മുടെ ഈ ഒരു സമിതി അല്ലെങ്കിൽ ഈ ഒരു കൂട്ടം, ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റി കൊണ്ട് നമ്മൾക്ക് അതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യം. അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതും ഉണ്ടാകുമെന്ന് നമുക്കറിയാം. സ്വമേധയാ അതിന് പ്രവർത്തിക്കാൻ തയ്യാറാണ് നമ്മളെല്ലാവരും. ഇക്കാര്യത്തിൽ തുടർ പ്രവർത്തനം നടത്താൻ യോഗം തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയ്ക്ക് സമീപം KSRTC ബസിന് മുകളിലേക്ക് മരശിഖരം ഒടിഞ്ഞു വീണു. മരശിഖരം വീണതിനെ തുടർന്ന് ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പാലായിൽ നിന്നും കാന്തല്ലൂരിന് പോകുകയായിരുന്ന KSRTC ബസിന് മുകളിലേക്കാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയ്ക്ക് സമീപം വെച്ച് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണത്. പാതയോരത്ത് നിന്ന് ഉണങ്ങിയ മരത്തിന്റെ ശിഖരം ബസിന്റെ മുൻഭാഗത്തേക്ക് പതിക്കുകയായിരുന്നു. മരശിഖരം വീണതിനെ തുടർന്ന് ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. 40-ലധികം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. പാലാ ഡിപ്പോയിലെ ബസ്സിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. മരശിഖരം പതിച്ചതിനെ തുടർന്ന് ഡ്രൈവറുടെ സംയമനത്തോടെയുള്ള ഇടപെടൽ ഉണ്ടായതിനാലാണ് കൂടുതൽ അപകടം ഉണ്ടാകാതിരുന്നത്. റോഡിൽ നിരന്നു കിടന്നിരുന്ന പൊട്ടിയ ചിലകൾ വെള്ളമൊഴിച്ച് റോഡിൽ നിന്ന് മാറ്റി. ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ. സ്ട്രോക്ക് വന്ന കിടപ്പിലായ രോഗിയെ ഏറ്റെടുത്ത കോതമംഗലം പീസ് വാലി ഫൗണ്ടേഷൻ. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ മേത്തൊട്ടി സ്വദേശിയായ ബിനുവിനെയാണ് കോതമംഗലം പീസ് വാലി ഫൗണ്ടേഷൻ അധികൃതർ വീട്ടിലെത്തി സ്ഥാപനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ ഒറ്റയ്ക്കായ ബിനുവിന് ആകെ ആശ്രയം സഹോദരനും ഭാര്യയുമായിരുന്നു. എന്നാൽ ഇരുവരും രോഗികളായതോടെ ബിനുവിന്റെ അവസ്ഥ കൂടുതൽ വഷളായി. ഇതോടെ കോതമംഗലം പീസ് വാലി ഫൗണ്ടേഷൻ അധികൃതർ ബിനുവിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. 8 വർഷം മുമ്പാണ് വെള്ളിയാമറ്റം പഞ്ചായത്ത് മേത്തൊട്ടി സ്വദേശിയായ മച്ചിയാനിക്കൽ ബിനുവിന് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അത് ചെറിയ സ്ട്രോക്ക് ആയിരുന്നതിനാൽ വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നീട് 4 വർഷം മുമ്പ് വീണ്ടും സ്ട്രോക്ക് ഉണ്ടായി. ഇതോടെ ബിനുവിന്റെ ആരോഗ്യം ആകെ മോശമായി. പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാതെയായി. ഒറ്റയ്ക്കായിരുന്നു താമസം. വയ്യാതായതോടെ തൊട്ടടുത്തുള്ള സഹോദരന്റെ വീട്ടിലേക്ക് താമസം മാറി. സഹോദരൻ തോമാച്ചനും ഭാര്യ തങ്കമ്മയും രോഗികളാണ്. ബിനു അവശതയിലായിരുന്നെങ്കിലും തന്റെ പ്രാഥമിക ആവശ്യങ്ങൾ സ്വയം നിറവേറ്റുകയായിരുന്നു. ഇതിനിടെ കുറച്ചു ദിവസങ്ങൾ മുമ്പ് ഇയാൾ പൂർണ്ണമായും കിടപ്പ് രോഗിയായി. ഇതോടെ പരിചരിക്കാൻ ആരുമില്ലാതായി. ബിനുവിന്റെ അവസ്ഥയറിഞ്ഞെത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കോതമംഗലം പീസ് വാലി ഫൗണ്ടേഷന്റെ സാന്ത്വനത്തണലിൽ വിവരമറിയിച്ചു. തുടർന്ന് പീസ് വാലി അധികൃതർ ബിനുവിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ PHC നിർദ്ദേശത്തിൻ്റെ നന്ദി അർപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള സർവീസുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള MVIP കനാൽ റോഡിന്റെയും ഡിപ്പോ പാലത്തിന്റെയും ഒരു ഭാഗം ഇടിഞ്ഞുപോയിട്ട് നാളുകളായി. ഇതിലെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാർക്കും വാഹന ഗതാഗതത്തിനും ഇത് ഭീഷണിയായി തുടരുകയാണ്. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശുചീകരണം തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്ത് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ വൃക്ഷത്തൈകൾ നട്ട് സംരക്ഷണവും വിതരണവും നടത്തി. മലയോര ഹൈവേയുടെ വികസനത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടിനെതിരെ കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വാഴത്തോപ്പിൽ 100 കണക്കിന് KSEB ക്വാർട്ടേഴ്സുകൾ കാടുകയറി നശിക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. അധികൃതരുടെ അനാസ്ഥ മൂലം കെട്ടിടങ്ങൾ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമായിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.